ഈ ഓണത്തിന് മലയാളികൾക്കുള്ള BMW ഗിഫ്റ്റാണ് ഈ പുതിയ X1 ലോങ് വീൽ ബേസ്. X1ൻ്റെ സാധാ മോഡൽ ഉണ്ടായിരുന്നു, പിന്നെ iX1 വന്നപ്പോഴാണ് ലോങ് വീൽ ബേസ് വന്നത്. ഇപ്പോൾ iX1ൻ്റെ ആ ബോഡി സ്ട്രക്ചറിൽ വന്നിരിക്കുന്ന ഐസ് മോഡൽ, പെട്രോൾ മോഡലാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ റിവ്യൂ നോക്കാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. BMW പോലുള്ള എല്ലാ യൂറോപ്യൻ ബ്രാൻഡിൻ്റെയും ലോങ് വീൽ ബേസ് വരാറുള്ളത് ഇന്ത്യക്കും ചൈനക്കുമാണ്. ഇപ്പോൾ ഈ X1 ആണെങ്കിലും ലോങ് വീൽ ബേസ് കഴിഞ്ഞ ജനറേഷൻ മുതൽ വന്നിരുന്നത് ചൈനയിലായിരുന്നു. ഈ ജനറേഷനിൽ iX1 ആണ് ലോങ് വീൽ ബേസിട്ട് ഇറക്കിയത്. ഇത് നമുക്ക് ഇന്ന് ഒരു കോമൺ പ്രവണതയായിട്ട് കാണാൻ പറ്റും. BMW സംബന്ധിച്ചിടത്തോളം 5 സീരീസിൽ ലോങ് വീൽ ബേസ് ഉണ്ട്. പുറത്താണെങ്കിൽ 3 സീരീസ് ലോങ് വീൽ ബേസ് വന്നത്, അതാണ് ഇവിടെ ഗ്രാൻഡ് ലിമോ ആയിട്ട് വന്നത്. അങ്ങനെ BMW ഒരുപാട് റെഗുലർ മോഡലിൻ്റെ ലോങ് വീൽ ബേസുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടൻ്റ്, കാരണം ഷോഫർ ഡ്രോൺ മാർക്കറ്റാണ്. ഈ ഒരു വണ്ടിയെല്ലാം തന്നെ പുറത്താണെങ്കിൽ സ്വന്തം ഓടിക്കുന്ന വണ്ടിയാണെങ്കിൽ ഇന്ന് നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. ഒരുപാട് BMWയുടെ iX1ഉം X1ഉം കസ്റ്റമേഴ്സെല്ലാം തന്നെ ഷോഫർ ഡ്രോൺ ആയിട്ട് കാണാം. അത് കുഴപ്പമില്ല, കാരണം ഇന്ത്യയുടെ ഒരു കൾച്ചർ അങ്ങനെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഡ്രൈവേഴ്സിന് കിട്ടുന്നുണ്ട്. പലരും തിരക്കായിരിക്കും, പ്രൊഫഷണൽസിലാകുമ്പോൾ ഒരാളെല്ലാം തന്നെ പോകുമ്പോൾ തിരക്കിലായിരിക്കും, എല്ലാത്ത സമയത്തും സ്വന്തം ഡ്രൈവ് ചെയ്യും. ഇത് നമുക്ക് ഇവിടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പുറത്ത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഡ്രൈവേഴ്സിന്. അതുകൊണ്ടാണ് ഷോഫർ ഡ്രോൺ കാറുകൾ ഇല്ലാത്തത്. എന്തായാലും iX1ൽ നമുക്ക് കാണാൻ പറ്റുന്നത് റിയർ സ്പേസിൽ വീൽ ബേസ് കൂടിയതുകൊണ്ട് തന്നെ സ്പേസ് കൂടി എന്നുള്ള, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ നമുക്ക് എന്തൊക്കെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഏതായാലും മേജർ ആയിട്ടുള്ള ഷിഫ്റ്റ് അല്ല, ചെറിയ ഷിഫ്റ്റാണ്. ആ ഷിഫ്റ്റിൽ എന്തൊക്കെ മാറ്റം നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഇന്ന് ഞാൻ നോക്കുന്നത്. ഇന്ന് BMW ഇന്ത്യയിൽ ഏറ്റവും വിൽക്കപ്പെടുന്ന ഒരു കാറ് ഈ X1 എന്ന് പറയുന്ന സീരീസാണ്. BMWയുടെ ഒരു വലിയൊരു കുതിപ്പ് തന്നെയാണ് X1നെ കൊണ്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ BMW ഒരുപാട് റിസ്ക് എടുത്തില്ല ഡിസൈൻ്റെ കാര്യത്തിൽ. ശരിക്കും ഇന്നിപ്പോൾ നയോ ക്ലാസ് ഡിസൈൻസ് ആണ് വരുന്നെങ്കിലും BMW X1ൽ കഴിഞ്ഞ ഒരു തലമുറ ഡിസൈൻ തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. കുറേ കൂടെ ആക്സെപ്റ്റ് ചെയ്ത് വന്നു, കാരണം ഗ്രില്ലെല്ലാം വലുതായതും ലൈറ്റിൻ്റെ ഷേപ്പ് മാറിയതും എല്ലാം തന്നെ പലർക്കും ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ പാടിയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ മോഡൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ എലമെൻറ്റ്സ് കാണാൻ വലിയ ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. ലൈറ്റിൻ്റെ നമുക്ക് DRലും അതുപോലെ തന്നെ ആ എലമെൻറ്റ്സ് എല്ലാം അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. താഴെ ബമ്പറിലും തന്നെ കിറ്റ് ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പോർട്ടിയർ ക്യാരക്ടർ ഉണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ ഒരു 18 ഇഞ്ചിൻ്റെ മൾട്ടിസ്പോക്ക് വീലാണ്, ഒരു ക്രോമും ബ്ലാക്കും കൂടി നിൽക്കുന്നതാണ്. കുറേ കാലമായിട്ട് BMWയിൽ ആ സ്ട്രോങ് ക്രീസ് ഇല്ല, അതും ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഫ്ലഷ് ഡോർ ആൻഡ് ആക്സെപ്റ്റ് ചെയ്ത് അതെല്ലാം തന്നെ വന്നിട്ടില്ല. ക്രോം എലമെൻറ്റ്, ബ്രഷ് അലുമിനിയം ഫീലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോറാണ് ആക്ച്വലി നീളം കൂടിയിട്ടുള്ളത്, ഈ ഒരു ഭാഗമാണ് ലെങ്ത്ത് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ നമുക്ക് ഇത്രയധികം ലെങ്ത്ത് കൂടിയത് ഇവിടെ കാണാൻ പറ്റും. വലിയൊരു ഗ്രീൻ ഹൗസും കിട്ടുന്നുണ്ട്. BMWയുടെ ഒരു ടിപ്പിക്കൽ ഡിസൈൻ നമുക്ക് സി പില്ലറിലും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. റിയറിലൊക്കെ എത്തുമ്പോഴും നമ്മൾ BMWയുടെ എലമെൻറ്റ്സ് കാണാം. എന്തായാലും സൈഡിൽ നമുക്ക് ഒരു എലമെൻറ്റ് റിയറിന് കാണുന്നത് ഈ ഒരു സ്പോയിലറിൻ്റെ എലമെൻറ്റാണ്, അതും അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഫ്രണ്ടും സൈഡും ഉള്ളത്. അതിൽ മാറ്റമാണ് ഈ സൈഡിലുള്ളത്. റിയറിലേക്ക് വരുമ്പോൾ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഒരു സ്പോയിലർ ആണെങ്കിലും ഈ ഒരു ടെയിൽ ലൈറ്റ് ഡിസൈൻ എല്ലാം അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ബമ്പറിലെല്ലാം ട്രീറ്റ്മെൻറ്റ് നമുക്ക് കാണാം. ഈ LI എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ BMW ലോങ് വീൽ ബേസ് ആയതുകൊണ്ട് വന്നിട്ടുള്ളതാണ്. ബൂട്ടിലും തന്നെ സ്പേസ് അത്ര തന്നെ നിർത്തിയിട്ടുണ്ട്, കൂടിയിട്ടൊന്നുമില്ലെങ്കിലും നല്ല സ്പേസാണ്. ഇവിടെ നമുക്ക് സ്പെയർ വീൽ വരുന്നുണ്ട്, സ്പേസ് സേവർ വീലാണ്, അത് അവിടെ തന്നെ കയറിപ്പോയതുകൊണ്ട് ഇത്ര യൂസബിൾ ആയിട്ടുള്ള ബൂട്ട് സ്പേസും കിട്ടുന്നുണ്ട്. ട്രേ വരുന്നുണ്ട്, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഹുക്ക് വരുന്നുണ്ട്, സാധനങ്ങളെല്ലാം വാങ്ങി നമുക്ക് കവറിൽ തൂക്കാൻ പറ്റുന്ന ഒരു ഹുക്കെല്ലാം വരുന്നുണ്ട്. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ടെയിൽ ബൂട്ട് ഗേറ്റുമാണ് ഉള്ളത്. സോ ബേസിക്കലി BMW വളരെ പ്രാക്ടിക്കലായിട്ടാണ് X1 ഡിസൈൻ ചെയ്തത്. അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി നമുക്ക് ഇതിൽ കാണാനുണ്ട്. ഫ്രണ്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് കാണാവുന്ന ആ ടിപ്പിക്കൽ BMWയിൽ ഇപ്പം കണ്ടുവരുന്നിട്ടുള്ള ഇൻറ്റീരിയർ തന്നെ ഒരു മാറ്റമില്ല, സെയിം ആണ്, ഇറ്റ്സ് ഗുഡ് എന്ന് പറയാം. പക്ഷേ ഈ ഒരു കളറാണ് ഞാൻ പറഞ്ഞ പോലെ പുതിയൊരു കളർ വന്നിട്ടുണ്ട്, അത് രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മെറ്റൽ ഫിനിഷ് വന്നതും അതുപോലെ തന്നെ എയർവെൻ്റെ ഡിസൈനും എല്ലാം തന്നെ രസമുണ്ട്. എനിക്ക് പറഞ്ഞാൽ ഇത് iX മുതൽ തന്നെ അട്രാക്റ്റീവ് ഒരു കാര്യമാണ്. പക്ഷേ ടിപ്പിക്കൽ BMW ഫാൻസ് കുറച്ച് സമയം എടുത്തത് ഡൈജസ്റ്റ് ചെയ്യാൻ. പക്ഷേ ഡൈജസ്റ്റ് ചെയ്ത് വന്നപ്പം പലരും നല്ല കൺവീനിയൻ്റ് ആണ്, പിന്നെ ഐ ഡ്രൈവ് ഇമ്പ്രൂവ് ചെയ്തതെല്ലാം പറയാറുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ എനിക്ക് പോസിറ്റീവായി തോന്നുന്നത്.
അതുകൊണ്ടാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നതും. പിന്നെ ഇവിടെ കുറേ ഗുഡി ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഫോൺ വയ്ക്കാവുന്ന ഒരു ഹോൾഡർ, ഇവിടെ ഇപ്പം ചാർജിങ്ങും നടക്കും. അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് ഫോണിൽ തന്നെ മാപ്പെല്ലാം നോക്കണമെങ്കിൽ ഇവിടെ വയ്ക്കാറുണ്ട്. അപ്പോൾ അതും കാണാം. പിന്നെ കപ്പ് ഹോൾഡർ ഉണ്ട്. ഈ ഒരു ഐലൻഡ് ടൈപ്പ് ഒരു സെൻട്രൽ കൺസോളും തന്നെ രസമാണ്. അതിൻ്റെ മേലെ എല്ലാ കൺട്രോൾസും വരുന്നത് നല്ല പരിചയമുള്ള, നമ്മൾ പണ്ട് മുതലേ കണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ നമുക്കിവിടെ ഒരു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്ലോബ് ബോക്സ് ഉണ്ട്. ഫോണോ കാര്യങ്ങളോ വെക്കാൻ പറ്റുന്ന സ്പേസാണ്. ടിപ്പിക്കൽ സ്റ്റിയറിംഗ് വീലാണ്. BMW ആ ഒരു ഇപ്പത്തും കാണുന്ന ഒരു ബോൾഡ് തിക്കായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അത് ഡ്രൈവേഴ്സിന് പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. ചെറിയ കൈയുള്ളവർക്ക് ചിലപ്പോൾ കുറച്ച് വലുതായി തോന്നും. നമ്മൾ യൂറോപ്യൻസ് ഡിസൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഹാർമോണിക് കാറിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്, 12 സ്പീക്കേഴ്സാണ്, ഇറ്റ്സ് ഗുഡ് സൗണ്ട് സിസ്റ്റം. പിന്നെ വലിയൊരു പാനോറമിക് റൂഫ് വരുന്നുണ്ട്. എനിക്ക് കളർ ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സീറ്റിൻ്റെ കംഫർട്ടും നല്ലതാണ്, നല്ല സപ്പോർട്ടീവ് സീറ്റാണ്. സോ ഓൾ ടുഗദർ ഇറ്റ്സ് എ വെരി ഗുഡ് പാക്കേജ്. ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു ലോങ് വീൽ ബേസും കൂടെ വന്നപ്പം ഒരു സിഡാനിലെല്ലാം കിട്ടിയിരുന്ന ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. SUV-ൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര വലിയ SUV അല്ല, അപ്പർ സിറ്റിംഗ് SUV ആണ്. പക്ഷേ സിഡാനിൽ വരുന്ന ചില ക്യാരക്ടർ റിയറിൽ ഞാനെല്ലാം കണ്ടത് ആ ഒരു ലക്ഷറി ഫീലെല്ലാം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിലെ ബെസ്റ്റ് കാറാക്കി മാറ്റുന്നത്. റിയർ ആണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഇപ്പം വന്നിട്ടുള്ളത്. അതിൻ്റെ സ്പേസ് ഇത്ര കൂടിയിട്ടുണ്ട്. ഹെഡ് റൂമെല്ലാം നേരത്തെ ഉള്ളതിലാണെങ്കിലും നല്ലൊരു ഹെഡ് റൂമാണ്, നല്ലൊരു സിൽ ലെവൽ ഹൈറ്റാണ്, പുറത്തേക്കുള്ള വ്യൂ എല്ലാം കിട്ടുന്നുണ്ട്. ഈ സീറ്റാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ മാക്സിമം ഒരു സ്ലാൻഡേജ് വെച്ചുള്ള പൊസിഷനാണ്. ഇതാണ് അപ്പർ സിറ്റിംഗ്. കൂടുതൽ സ്പേസ് എല്ലാം ബോട്ടിലാണെങ്കിൽ അപ്പർ ആക്കിയിട്ട് ആണെങ്കിലും അത്യാവശ്യം കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റും. നല്ല സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ട്, ഹെഡ് റെസ്റ്റിന് സപ്പോർട്ട് ഇവിടെ കറക്റ്റ് വരണം. പിന്നെ ഓരോരുത്തർ ഹൈറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇങ്ങനെ വെക്കാമെന്നുള്ള, പക്ഷേ ഇങ്ങനെ വെക്കുമ്പോഴും കുറച്ച് മുന്നോട്ടൊക്കെ ആയിരിക്കും. നമ്മൾ ഏറ്റവും കംഫർട്ടബിളായി നിൽക്കുന്ന ഈ ഒരു പൊസിഷനിലാണ്. നമ്മളെ നെക്കിൻ്റെ അവിടെ ഒരു സപ്പോർട്ടായിട്ടാണ് വരുന്നത്. അത് നല്ല കംഫർട്ടബിളാണ്. ഞാൻ പറഞ്ഞ പോലെ റിക്ലൈൻ ചെയ്താലുള്ളൊരു പൊസിഷൻ ഇത്രയും വരുമ്പോൾ ശരിക്കും ഒരു സിഡാൻ്റെ ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ സെൻട്രൽ ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്, കപ്പ് ഹോൾഡർ വരുന്നുണ്ട്, AC-ൻ്റെ വെൻ്റ് ഉണ്ട്, ബാക്കിൽ ഒരു USB-C ചാർജറുണ്ട്. പക്ഷേ സ്പേസ് ആണ് ഇതിലെ മെയിൻ കാര്യം. അത് ഒരുപാടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ X1 വിജയം എന്ന് പറയുന്നത്. X1 വന്നിരിക്കുന്ന ട്വിൻ പവർ ടർബോ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ്. നേരത്തെ ഉണ്ടായതിനേക്കാൾ ഒരു 20 HP കൂടിയിട്ടുണ്ട്. ആക്ച്വലി ഇതിന് നീളം കൂടുമ്പോൾ അതിനനുസരിച്ച് വെയിറ്റ് കൂടുന്നുള്ളതുകൊണ്ട് തന്നെ അവരനുസരിച്ചിട്ട് എഞ്ചിൻ റീട്യൂൺ ചെയ്തിട്ടുണ്ട്. ഒരു 156 HP ആയിട്ടുണ്ട്, 250 Nm ടോർക്ക്. ഇതിന് മേറ്റ് ചെയ്തിട്ടുള്ളത് 7 സ്പീഡ് ഡുവൽ ക്ലച്ച് ഗിയർ ബോക്സ് ആണ്. സോ ബേസിക്കലി ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് ആർക്കിടെക്ചറാണ് പുതിയ X1 വരുന്നത്. നേരത്തുള്ള പോലെ X1 വന്നിരുന്ന റിയർ വീൽ ഡ്രൈവ് ആർക്കിടെക്ചറാണ്. പക്ഷേ BMW-യുടെ ഒരു സിഗ്നേച്ചർ 50-50 വെയിറ്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. BMW ആയതുകൊണ്ട് തന്നെ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഡൈനാമിക്സ് ആണ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരുന്നത്. അതിന് പറ്റുന്ന രീതിയിൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വാസ് മാനേജ്ഡ്. പിന്നെ അതിൽ വന്നിരിക്കുന്ന ഒരു 4-wheel drive സിസ്റ്റം കൂടെ ഉള്ളതുമ്പോൾ നമുക്ക് കുറച്ച് ബാലൻസ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഈ പവർ ട്രെയിൻ ശരിക്കും പറഞ്ഞാൽ സർപ്രൈസിംഗ്ലി വളരെ റിഫൈൻഡും സ്മൂത്തുമാണ്. ഈവൻ റിഫൈൻമെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സസ്പെൻഷനും നല്ല റിഫൈൻഡ്. അപ്പോൾ ഈ ഒരു വെട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെട്ടല്ല ചാടിയില്ല. എന്നിട്ടും ഒരു ഡാമ്പോ അല്ലെങ്കിൽ എടുത്തടിക്കുന്ന ഫീലോ ഒന്നുമില്ല. അത് ശരിക്കും റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. BMW നമുക്കറിയാം ഒരുപാട് വർഷമായിട്ട് ഇന്ത്യയിലുണ്ട്. ഏകദേശം 20 വർഷത്തോളമായി. 2007 വന്നത്. ഇപ്പോൾ 2026 ആകുമ്പം 19 വർഷമായി. അപ്പം ഇന്ത്യൻ റോഡിൻ്റെ ഡാറ്റാസ് അവരുടെ അടുത്തുള്ളതുകൊണ്ട് തന്നെ സസ്പെൻഷൻ്റെ ട്യൂണിങ്ങും കാലിബ്രേഷനും എല്ലാം ശരിക്കും വളരെയധികം ശ്രദ്ധിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു റോങ് വീൽ ബേസ് ആക്കിയതിനുള്ള അഡീഷണൽ വെയിറ്റിൻ്റെ കാലിബ്രേഷനിലും നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ഉണ്ടെന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ജോയിൻറ്റിലൊന്നും തന്നെ നമുക്കൊരു എടുത്തടിക്കുന്ന ഫീലൊന്നുമില്ല. അപ്പോൾ അത് വലിയൊരു എലമെൻ്റാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. കാരണം BMW X1 വരുന്ന സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിലിപ്പം ഒരു വലിയ കോമ്പറ്റീഷൻസ് ഇല്ലാതെ നിൽക്കുന്നൊരു സമയമാണ്. കാരണം GL ആണ് ഉള്ളത് മെർസിഡീസിനും. അത് കുറച്ചുകൂടി ചെറിയ വണ്ടിയാണ്. GLB ഇപ്പോൾ സെയിലിൽ ഇല്ല. പിന്നുള്ളത് ഓപ്ഷൻസ് പറഞ്ഞത് വോൾവോയുടെ XC40 ആണെങ്കിലും അവൈലബിൾ അല്ല. പിന്നെ Audi Q3 വരാൻ പോകുന്നേ ഉള്ളൂ. ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നല്ല സ്വീറ്റ് സ്പോട്ടിലുണ്ട്. പക്ഷേ എന്നാലും ആളുകൾ മറ്റുള്ള നോൺ ലക്ഷറി സെഗ്മെൻറ്റിലേക്ക് ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ നിന്നും പോവാതിരിക്കാൻ ഹോൾഡ് ചെയ്യണമെങ്കിലുള്ള ഒരു കാര്യമായൊരു കാര്യം ബ്രാൻഡിൻ്റെ പുറമെ ഇതിൻ്റെ സസ്പെൻഷനും കംഫർട്ടുമാണ്. അതിൽ ശരിക്കും BMW നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്, നെയിൽ ചെയ്തിട്ടുണ്ട് തന്നെ പറയാം. റിയലി ഗുഡ് സസ്പെൻഷൻ. ആ സസ്പെൻഷൻ നമുക്ക് ബാക്ക് സീറ്റിലിരിക്കും ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് BMW വളരെയധികം ശ്രദ്ധിച്ചിരുന്നത്. അതിലൊരു സക്സസ്ഫുൾ ആയി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ്
X1 ഇന്ത്യയിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും സക്സസ്ഫുൾ മോഡലായി മാറിയില്ല. BMW തന്നെ ഇന്ത്യയിലാണെങ്കിലും ഗ്ലോബലാണെങ്കിലും X1 വളരെ ഇമ്പോർട്ടൻറ്റ് മോഡലാണ്, അത്യാവശ്യം നല്ല സെയിൽ കിട്ടുന്ന മോഡലാണ്. കാരണം സാധാരണ ഒരു സെഗ്മെൻറ്റിൽ നിന്നും ഒരു ലക്ഷറി സെഗ്മെൻറ്റിലേക്കാൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യുന്ന ഒരു കാറാണിത്. അപ്പോൾ ആ ഒരു കാറിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്നതിൽ BMW വളരെ സക്സസ്ഫുൾ ആണ്. ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിലും നല്ല ലോഡഡ് ആണ്. 8 എയർ ബാഗ് ഉണ്ട്, 12 സ്പീക്കർ ആയിട്ടുള്ള ഹാർമോണിക് കാർഡ് സൗണ്ട് സിസ്റ്റം ഉണ്ട്, ലെതർ ഉണ്ട്, ഈ കളർ ആണെങ്കിലും എല്ലാം കൂടി ചേരുമ്പോൾ ശരിക്കും നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട്. ഇൻ അഡീഷൻ നമുക്ക് ബാക്കിലെ സ്പേസും കൂടെ കൂടുമ്പോൾ റിയർ സീറ്റ് റിക്ലൈൻ ചെയ്തിരിക്കുമ്പോൾ ആ ഒരു ലക്ഷറി സെഗ്മെൻറ്റിലേക്ക് ന്യൂലി എൻ്റർ ചെയ്യുന്ന ആൾക്ക് ഷോഫറെല്ലാം വെച്ച് ഓടിക്കുമ്പോൾ എല്ലാം തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് BMW നൽകുന്നത്. സോ പ്രൈസ് ഇപ്പം നമുക്ക് ഓടിക്കുമ്പം അറിയില്ല, കാരണം ഇതിൻ്റെ ലോഞ്ച് 21st നമ്മളിപ്പം ആക്ച്വലി മഹീന്ദ്രൻ്റെ പരിപാടിക്ക് അന്ന് പിറ്റേന്നാണ് ഓടിക്കുന്നത്, 16th 19,000 വീഡിയോ കാണാം. അപ്പം പ്രൈസ് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്യാവശ്യം ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ട് തന്നെ പ്രൈസ് ചെയ്യുന്നുണ്ടാവാം. X1 പിന്നെ iX1 പ്രൈസെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പം അതും കൂടി ചേരുമ്പോൾ BMW ശരിക്കും നല്ലൊരു മിശ്രിതം, നല്ല മസാല കൂട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓണത്തിൻ്റെ ഒരു സദ്യ വിഭവങ്ങളെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ളൊരു കാര്യമാണ് എപ്പോഴും കറക്റ്റ് കോമ്പിനേഷൻ ഉണ്ടാവുക എന്നുള്ളത്. എരിവ്, പുളി, മധുരം എല്ലാം കറക്റ്റാവുക, എല്ലാം തന്നെ വിളമ്പി വെച്ചിട്ട് നമ്മളത് കൂട്ടി എല്ലാം കൂട്ടി കഴിക്കുമ്പോഴാണല്ലോ ആ സദ്യ നമ്മൾ പൂർണ്ണമാവുന്നത്. അതിൻ്റെ കൂടെ അതിൻ്റെ അഡീഷണലായിട്ട് പായസം കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് ഒരു കാരണം എന്ന് വെച്ചിടത്തോളം എല്ലാ എലമെൻറ്റും കൂടി ചേരുന്ന ആ ഒരു കോമ്പിനേഷൻ കറക്റ്റായിരിക്കുക എന്നുള്ളത്. അതിൽ BMW സക്സസ്ഫുൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വർത്ത് ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് X1. സോ ഇതിൽ പെഡാസ് ഫീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം തന്നെ പെർഫെക്റ്റ്ലി വർക്ക്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് പറയാൻ കാരണം മുമ്പിൽ വണ്ടി പെട്ടെന്ന് സ്ലോ ആക്കി ബ്രേക്ക് ചെയ്ത്, എന്തിനാണെന്ന് എനിക്കറിയില്ല, ഹൈവേയിലാണ് പോകുന്നത്, അപ്പം തന്നെ ഇൻഡിക്കേഷൻ കാണിച്ചു. അപ്പോൾ അത് ആ ഒരു പെർഫെക്ഷനാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പലപ്പോഴും പല വണ്ടിക്കും, പ്രത്യേകിച്ച് ഇന്ത്യൻ മാനുഫാക്ചേഴ്സിൻ്റെ പല വണ്ടികൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഫീച്ചേഴ്സ് എല്ലാം കുത്തി കയറ്റിയിട്ടുണ്ടാവും, ഇതൊന്നും പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യില്ല. ആവശ്യമില്ലാത്ത പുറത്ത് വർക്ക് ചെയ്യും, ആവശ്യമുള്ളപ്പോൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. എഞ്ചിനീയറിംഗ് വൈസ് നമ്മൾ ഇന്ത്യൻസ് ഇമ്പ്രൂവ് ചെയ്യേണ്ട മെയിൻ കാര്യം അതാ. എഞ്ചിനീയറിംഗ് വൈസ് ജർമ്മൻസ് ആർ ദി ബെസ്റ്റ്, അത് അവർ കാണിക്കുന്നുണ്ട്. സോ അതാണ് ഇപ്പം എനിക്ക് ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസിൽ നിങ്ങളോട് പറയാനുള്ളത്. സോ അത് പുതിയ X1 ലോങ് വീൽ ബേസിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കാം. ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടവരോട് ഉടനെ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തായാലും ഈ അത്തം കാലത്ത് ഞാൻ ഈ ഒരു ഓണം സ്റ്റൈലിൽ വന്ന ഒരു ഫങ്കി ഓണം സ്റ്റൈലിലാണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. SQ സ്റ്റൈൽ കോഷൻ എന്നാണ് കൊച്ചി ഒരു ബേസ് ചെയ്തിട്ടുള്ള ബൊട്ടീക്കാണ്. പല ടൈപ്പ് ഡിഫറെൻറ്റ് അറ്റയർസും നമുക്ക് എന്തായാലും ഓപ്റ്റ് ചെയ്യും. എന്തുണ്ടാണെങ്കിലും നമ്മൾ എന്തായാലും ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കുക. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഓണം എൻജോയ് ചെയ്യുക. അടുത്ത തവണ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് കാണുക. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.